കവിതയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാഹി മനാചരങ്ങൾക്കും സ്വാഗതം. ഞാൻ ഇന്ന് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആണ് പരിചയപ്പെടുത്തുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തോളെ ഇങ്ങനെ ഇടുന്ന ബാഗ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇടുന്ന ബാഗ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു അങ്ങനെ ഇടുന്ന ബാഗ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കൊച്ചുപിള്ളാരുടെ ബാഗ് കൂട്ടുള്ള ബാഗ് അങ്ങ് മേടിച്ചു തന്നെ. ഇങ്ങനെയുള്ള ബാഗ് അങ്ങ് മേടിച്ചു. ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ തൂക്കി പിടിക്കാം നമുക്ക്. പിന്നെ നമുക്ക് കണ്ടല്ലോ ഇത് ഇങ്ങനെ ഇടാൻ പറ്റും, പിന്നെ നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇടാൻ പറ്റും. ഇങ്ങനെ അറിയാലോ, ഇങ്ങനെ സുനായൊക്കെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു വള്ളിയുണ്ട്, ആ വള്ളി ഇടാൻ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ പിന്നെ അത് കയറാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ പറ്റും. ഇനി ഈ ബാഗിന് എത്ര രൂപയാന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? 999 രൂപ ബാഗിന്, 999 രൂപ വിലയാണെന്നറിയാം. പക്ഷെ ഈ കവിതയുടെ ഒരു ആഗ്രഹം കൊണ്ട് കവിത 999 രൂപ കൊടുത്ത് ബാഗ് മേടിച്ചു. ഇതിനകത്ത് ഇത് കണ്ടോ, ഇങ്ങനെ തുറക്കാൻ പറ്റും നമുക്ക്. ഇവിടെ ഒരു ഓറയുണ്ട് കണ്ടോ, ഈ ഓറ കണ്ടോ, ഇതുപോലെ ഒരു ഓറ, ഭയങ്കര ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇവിടെ ഓറയുണ്ട്, പക്ഷെ കവിത ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല. അതങ്ങ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പേരൊന്നുമില്ല, ബാഗിന് പേരൊന്നുമില്ല. ഇത് പിന്നെ നോക്കാം, ഇത് കണ്ടോ, 2 സിബുള്ള ബാഗല്ല, 2 സിബ്. ഒരു സിബ് നമുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സിബ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, ഈ 2 സിബുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റിലെ ഉള്ളത് ഇതുപോലെ 2 ഉറ വേറെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഉറയുണ്ട്, ഇവിടെയും വെച്ചിട്ടില്ല ഞാനൊന്നും. പിന്നെ ഉള്ളത് ഇവിടെ ഉണ്ട് ഒരറ, ഇവിടെ. ഇത് സീക്രട്ട് ഉറയാ, ഇതിനകത്ത് നമുക്ക് പൈസ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇതിനകത്ത് പൈസ, മൊബൈല്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് കൊള്ളാൻ പറ്റും. പക്ഷെ കവിത ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഈ ബാഗ് ഇനി എന്തെല്ലാം ഉള്ളത് നോക്കാം. ബാഗില് മാസ്ക്, 2 മാസ്ക്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വെളിയിൽ പോകുമ്പോൾ പൊടിയൊക്കെ അടിക്കാതിരിക്കും. മൂക്കത്ത് ഇങ്ങനെ വെച്ചാൽ മതി. മൂക്കത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ച് നടന്നാൽ മതി, പൊടിയൊന്നും അടിക്കത്തില്ല. പിന്നെ നമ്മൾ തുമ്മുമ്പോൾ വെക്കാം മാസ്ക്. പിന്നുള്ളത് കവിതയുടെ ബാഗ്. ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും കവിത ഈ ബാഗ് കൊണ്ടുവന്നപ്പോ കവിത ഇപ്പൊ ഈ ബാഗ് കൊണ്ടുവന്നേ. ഈ ബാഗ് ഇങ്ങനെ ഇടുന്ന ബാഗ് കണ്ട, ഇങ്ങനെ ഇടാൻ പറ്റും, ഇങ്ങനെ ഇടാൻ പറ്റും. നമ്മള് കവിതയ്ക്ക് ഇതിനകത്തും കൊണ്ടുപോറാം, പക്ഷെ അതിനകത്തൊന്നുമില്ല. ഇതിനകത്താണ് പൈസ എല്ലാം വെച്ചിരിക്കുന്നത്. കവിത ഇഷ്ടം പോലെ പൈസ കണ്ടോ, ഇഷ്ടം പോലെ പൈസ കണ്ടോ. പിന്നെ കുറെ ബില്ലുകൾ, പിന്നെ ചില്ലറ പൈസയുണ്ട്, എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ പൈസയുണ്ട് കവിതയ്ക്ക്. ഇത് പിന്നെ ഇവിടെ വെക്കാം. പിന്നെ ഇതിനകത്താണ് പ്രധാനപ്പെട്ട രേഖകളെല്ലാം ഇരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം രേഖകളാ. ഇതുണ്ടല്ലോ, ഇതിനകത്താണ് ആശുപത്രിയിലെ OP ടിക്കറ്റ് മൊത്തം ഇരിക്കുന്നതാ. ഇഷ്ടംപോലെ ടിക്കറ്റ്, എൻ്റെ ടിക്കറ്റ്, അണ്ണൻ്റെ ടിക്കറ്റ്, പിള്ളേരുടെ ടിക്കറ്റ് എല്ലാം ഇതിനകത്ത് ഇരിക്കട്ടെ. അല്ല പിന്നെ മറന്നു. പിന്നെ പാസ്ബുക്ക് ഇഷ്ടംപോലെ പാസ്ബുക്കാണ് കവിതയ്ക്ക്, ഇഷ്ടംപോലെ പാസ്ബുക്ക്. പക്ഷെ പൈസ, ഒറ്റ പാസ്ബുക്കിൽ പൈസ ഇല്ല, ബാങ്കിൽ പൈസയൊന്നുമില്ല. പിന്നെ കൊട. നമുക്ക് കൊടയെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. നമ്മൾ കൊട എവിടെ പോയാലും നമ്മൾ കൊടയും കൊണ്ട് നടക്കണം. കൊട നടന്നില്ല നമ്മൾ സൺബേൺ വന്ന് നമ്മൾ കൂടെ കറുത്ത് കരിവാച്ച് പോകും. പിന്നെ ഈ കൊട പിന്നെ വേറൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മഴ പെയ്യുമ്പോൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടയില്ലേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ നമുക്ക് വാഴയിലൊക്കെ വെട്ടി, ചേമ്പലൊക്കെ വെട്ടി ഇങ്ങനെ കൊണ്ട് നടക്കാം. പക്ഷെ ഈ കാലത്ത് നമ്മള് റോഡിൽ കൂടെ നമ്മള് വാഴയിലേം വെട്ടി, ചേമ്പലയും വെട്ടിക്കൊണ്ട് നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും വട്ടാണ്. അതുകൊണ്ട് നമ്മള് കൊട മേടിക്കണം. വലിയ വില ഒന്നുമില്ല, 10-500 രൂപയ്ക്ക് കൊടയൊക്കെ കിട്ടും. കൊട മസ്റ്റാണ്. പിന്നെ പിന്നെ ഇതിനകത്ത് പൈസ, ഇതിനകത്തും ഉണ്ട് ചില്ലറ പൈസ. ഇഷ്ടംപോലെ പൈസയാ, എവിടെ നോക്കിയാലും പൈസയാ. ആ ബാഗ് പൈസ, ഈ ബാഗ് പൈസ, എല്ലാം പൈസ കണ്ടോ, ഇഷ്ടംപോലെ പൈസയാ. പിന്നെ ഇതിനകത്തുണ്ടല്ലോ, ഇതിനകത്ത് ഇങ്ങനെ
കാർഡുകളൊക്കെ ഇതിനകത്ത് വെച്ചേക്കും കവിത കാർഡുകൾ. ഇത് പക്ഷെ ഇതിങ്ങനെ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നത്, ഇതിനകത്താണ് കൊണ്ട് നടക്കുന്നത്. ഈ പേഴ്സിനകത്തെ സാധനമല്ല ഇതിനകത്ത് വെക്കുന്നത്. പക്ഷെ ഇതെന്തോ ആ സാഹചര്യത്തിൽ, ദുരൂഹ സാഹചര്യത്തിൽ ഇത് വന്ന് പെട്ടത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതൊന്നും വന്ന് പെട്ടതാ. പിന്നെ ഇതെന്ന് പറയാം ദേവി മഹാത്മ്യം. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ അമ്മയുടെ ബുക്ക് കൊണ്ട് നടക്കും. എനിക്ക് ഇഷ്ടമാണ് അമ്മ. അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ ഇതെല്ലാം ഇതിനകത്ത് പിന്നെ തിരിച്ച് പറക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇനി മോനെ കവിത ഈ ബാഗ് ഉപയോഗിക്കുന്നത്. കവിതയുടെ വാട്ട് ഈസ് ഇൻ ബാഗിലെല്ലാം എന്തൊക്കെയാണ് എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ എല്ലാവരും ബാഗ് മേടിക്കണം എല്ലാവരും. ഇതിപ്പോ ഞാൻ വലിയ അഹങ്കാരത്തിന് 999 രൂപ കൊടുത്ത് മേടിച്ചൊന്നുമല്ല. പക്ഷെങ്കിലേ ഇത് കവിതയ്ക്ക് ബാഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാ കവിതയ്ക്ക്. അപ്പൊ കവിത ഓർത്തന്നെ ഇനി മറ്റേ ബാഗും അങ്ങ് വല്ലാതായി. അപ്പൊ ഞാൻ ഓർത്തു ആ ബാഗ് മാറ്റിയിട്ട് ഈ ബാഗ് ഉപയോഗിക്കാന്ന്. ഈ ബാഗ് ഉപയോഗിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. കണ്ടോ ലുക്ക് നോക്ക കണ്ടോ. അപ്പം കവിതയുടെ ബാട്ട് ഈസ് ഇൻ മൈ ബാഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കവിതയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ടാറ്റ.